ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻട്രസ്റ്റ് നോളജ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +2 മാത്സിലെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി പാർട്ടുമായിട്ടാണ്. നമ്മൾ ആദ്യത്തിൻ്റെ ഒരു ബേസിക് പാർട്ട് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അതൊന്ന് കണ്ടുവരിക. കാരണം അത് പഠിച്ചാൽ ഇനിയുള്ള നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട് വീഡിയോ ഇടാനൊക്കെ ഒന്ന് ക്ഷമിക്കുക. കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എക്സാംസ് ഒക്കെ ഉണ്ട് സ്കൂളിൽ, അപ്പോൾ അത് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. നമുക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. ഇനി മുതൽ നമ്മൾ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പരമാവധി ചെറുതാക്കാം. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് പാർട്ട് വലുതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് എനിക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ 15 മിനിറ്റിൻ്റെ 30 മിനിറ്റിൻ്റെ പാർട്ടാക്കി ചെയ്യാം. പക്ഷെ അത്രത്തോളം ഞാൻ പാർട്ട് ചെറുതാക്കുന്നു, അത്രത്തോളം ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്തുതരാം, ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുതരാം. അപ്പം നിങ്ങൾ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം വരാം. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് നമ്മുടെ ടോപ്പിക്. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കാണാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതൊന്ന് വേഗം പോയിട്ടൊന്ന് കണ്ടുവരിക. ജസ്റ്റ് ഒന്ന് അതെങ്ങനെയാണ് കാണുന്നത് ഒന്നുകൂടി ഒന്ന് ഓർമ്മാക്കിയിട്ട് വരിക. എന്നിട്ട് ഈ പാർട്ട് കാണും. ഓക്കെ ആണ്. എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ ആണ്. എന്നിട്ട് ഇത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നോക്കാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ്. ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യാതെ നമ്മളൊരു മെത്തേഡൊക്കെ പഠിച്ചിരുന്നു. ഇങ്ങനെ നമ്മുടെ സ്ട്രൈറ്റ് ലൈൻസിലൊരു വലിയ ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു. അതൊക്കെ വന്നത് ഈ ഡിറ്റർമിനൻസ് എന്നാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചർച്ച ചെയ്യാം. അതിൻ്റെ മുന്നേ ഞാനൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഏതൊരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, അതിൻ്റെ 3 വേർട്ടീസസ് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ A എന്ന് പറയുന്നത് x1y1ഉം B എന്ന് പറയുന്നത് x2y2ഉം C എന്ന് പറയുന്നത് x3y3ഉം ആയ ഒരു ട്രയാങ്കിൾ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു 2D പ്ലെയിനുള്ള ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്, നമ്മുടെ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് പഠിച്ചാലും മാർക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് എപ്പോഴും പഠിക്കാൻ പറയും ഈ ചെറിയ ഇക്വേഷനാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഇക്വേഷൻ 2/2 ഡിറ്റർമിനന്റ്, അഥവാ 2/2 ആണ്. 2 റോ 2 കോളേ ഉള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ, ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ പഠിച്ചവരാണെങ്കിൽ അറിയാം 3/3 എത്ര പാടാണ്, 2/2 എത്ര എളുപ്പമാണെന്ന്. 2/2 ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ, -ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് ഒന്നുമില്ല, പഠിച്ചവർക്കാണെങ്കിൽ എളുപ്പമാണ്. ഞാൻ എന്ത് ചെയ്യും, 2 മെത്തേഡും വെച്ച് കാണിച്ചു തരും. ഞാൻ ചെയ്യാൻ പോകുന്നത് അധികം ഈ മെത്തേഡില്ല. 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരും. ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കാതെ വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇക്വേഷൻ ഒന്ന് നോക്കിക്കോ. ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു ഡിറ്റർമിനന്റ് x1y1 x1y1 എന്താ, അതിന്റെ കോഓർഡിനേറ്റ്സ് ആണ്, അഥവാ അതിന്റെ വേർട്ടീസസ് ആണ്. ഓക്കെ ആണ്. x2y21 x3y31 ഓക്കെ ആണ്. ഇത് 3/3. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ചുരുക്കിയൊരു വെർഷൻ ആണ് x2 - x1. ഹാഫ് ഉണ്ട്, ഹാഫ് എല്ലാവരും മറക്കും. എല്ലാവരും ഡിറ്റർമിനന്റ് പഠിച്ചേക്കും, ഹാഫ് അങ്ങ് മറക്കും. ഹാഫ് ഇല്ലേ, നിങ്ങൾ ഉത്തരം തെറ്റാട്ടോ. ഹാഫ് മറക്കരുത്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹാഫ് ആണ് എല്ലാവരും മറക്കും. ഈ ഹാഫിനൊന്ന് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുന്നത് മറക്കരുത് പ്ലീസ്. അപ്പം ½ ഇൻറ്റു x2 - x1 y2 - y1. 1 - 1 0 ആണ്, അതുകൊണ്ട് അത് പോയി. ഇനി x3 - x1 ഇത് നോക്കിയേ, y3 - y1 1 - 1 0, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ഷോർട്ട് ആക്കിയത്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് വേഗം പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. ഒന്നാമത് അപ്ലിക്കേഷൻ ആണ്. 3 അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓരോ അപ്ലിക്കേഷനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ ആണെന്ന് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. ഈ ഭാഗം ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ചോദിക്കുന്നവരോട് ഈ NCERT ഉള്ള ഏത് ക്വസ്റ്റ്യനും ചോദിക്കാം. ഇത് പഠിച്ചു വെച്ചു, ഏറ്റവും എളുപ്പമാണ്. ഏരിയ കാണാൻ ചോദിക്കാറുണ്ട്. ഏരിയയിൽ തന്നെ ഒരു വെറൈറ്റി മെത്തേഡ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പൊ ഏരിയ കാണാനാണ് ചോദിച്ചത്, പക്ഷെ ഇതിന് പകരം ഏരിയയും വേർട്ടീസസും തന്നിട്ട് ഏരിയയും വേർട്ടീസസും തരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏരിയയും തരും, വേർട്ടീസസും തരും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വേർട്ടീസസിൽ K എന്ന് കൊടുക്കും. ആ K കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അത് എന്തായാലും ചോദിക്കും. ഇത് ചോദിക്കും. ഇത് പഠിച്ചാൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇങ്ങനെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ നമുക്ക് വേഗം ചർച്ച ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാം വിത്ത് വേർട്ടീസസ് തന്നിട്ടുണ്ട് 3 8 -4 to 5 1. ഈ വേർട്ടീസസ് ഉള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി തരും, യൂസിങ് ഡിറ്റർമിനൻസ് എന്നും കൂടി പറയാറുണ്ട് ചില ക്വസ്റ്റ്യൻസിൽ. എന്നാൽ യൂസിങ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താ, ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാ. അപ്പൊ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യരുത്. എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസിങ് ഡിറ്റർമിനൻസ് എന്ന് ചില ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് കാണുക. അപ്പൊ എങ്ങനെ ഏരിയ കാണാൻ നോക്കുക. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്
നമുക്ക് ഈ പറയുന്ന പോയിന്റ്സിന് തന്നിരിക്കുന്ന വേർട്ടിസസിനെ ഓരോ പേരിട്ട് വിളിക്കാം. ഒന്നാമത്തെ വേർട്ടിസസ് ഞാൻ x1 y1 എന്ന് വിളിച്ചു. അപ്പൊ എന്താ x1 y1 ആരാണ് 3,8. ഒന്നാമത്തെ വേർട്ടിസസ് ഞാൻ എന്ത് വിളിച്ചു x1 y1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ വേർട്ടിസസ് ഞാൻ എന്ത് വിളിച്ചു x2 y2 എന്ന് വിളിച്ചു. അതാരാ -4 ആണ് എന്റെ x2 y2. ഇനി മൂന്നാമത്തെ വേർട്ടിസസ് ഞാൻ എന്ത് ചെയ്തു x3 y3 എന്ന് വിളിച്ചു. മൂന്നാമത്തെ വേർട്ടിസസ് ആരാ 5,1. മൂന്നാമത്തെ വേർട്ടിസസ് ആരാടാ 5,1 ആണ് എന്റെ മൂന്നാമത്തെ വേർട്ടിസസ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. ആദ്യത്തെ ഇക്വേഷൻ ആദ്യം എഴുതുക. അപ്പം ഏരിയ ഈക്വൽ ടു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു ഹാഫ് മറക്കരുത്. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇനി ഇതിലേക്ക് ഓരോരുത്തരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് നോക്കിയേ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 ആരാ x1ന് നേരെ 3 y1 ആരാ y1ന് നേരെ 8. ഈ ഒന്നിന് മാറ്റണ്ടോ ഇല്ല ഒന്നതുപോലെ തന്നെ എഴുതി. x2 ആരാ -4 x2 -4 y2 ആരാ 2 y2 ആരാ 2 ആ ഒന്നിന് ഒരു മാറ്റവും ഇല്ല. x3 ആരാ x3ക്ക് നേരെ 5 y3 ആരാ y3ക്ക് നേരെ 1. ഇനി ഈ ഒന്നിന് മാറ്റണ്ടോ ഇല്ല. ഇനി എങ്ങനെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാം? ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെ കാണാം ഒന്ന് ഓർമ്മയാക്കി തരാം. ഏരിയ ഈക്വൽ ടു എന്തോ ലക്ഷണം പോയല്ലോ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് എങ്ങനെയാ ആദ്യത്തെ എലമെന്റിന് എടുക്കുക. ആദ്യത്തെ എലമെന്റ് 3 ആണ് 3. ഇനി അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കുക. അത് ഉൾപ്പെടുന്ന റോ എന്ന് പറയുമ്പോൾ ഇതാണ് റോ. അത് ഉൾപ്പെടുന്ന റോ ഒഴിവാക്കി. അത് നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങ് വായിച്ചു. അത് ഉൾപ്പെടുന്ന കോളം ഏതാ ഇതാണ് കോളം. അത് ഉൾപ്പെടുന്ന കോളമാണ് ഇത്. നോക്കിയേ 3 ഉൾപ്പെടുന്ന കോളം അല്ലേ ഇത്. അത് നമ്മൾ അങ്ങ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. ബാക്കിയുള്ളത് ആരാ 2 1 1 1 ആ അവനൊരു ഡിറ്റർമിനന്റിനുള്ളിൽ അങ്ങ് എഴുതുക. ബാക്കിയുള്ളത് ആരാണ് 2 1 1 1 അവനൊരു ഡിറ്റർമിനന്റിനുള്ളിൽ അങ്ങ് എഴുതുക. ആദ്യത്തെ ആൾക്ക് നമ്മൾ കൊടുത്ത ചിഹ്നം പ്ലസ് ആ. ഇനി രണ്ടാമത്തെ ആള് 8 ആണ്. അയാൾ എഴുതുമ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചത് എന്നാലും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 8 ആണ്. ഇനി അയാൾ ഉൾപ്പെടുന്ന റോ ഒഴിവാക്കി. അയാൾ ഉൾപ്പെടുന്ന കോളം ഇതാണ് രണ്ടാമത്തതാണ്. ബാക്കി ആരുണ്ടാവും -4 1 5 1 ആ ബാക്കി ഉണ്ടാവുക. അവർ ഒരു കോളത്തിൽ എഴുതുക -4 1 5 1 ആണ് 5 1. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ മൂന്നാമത്തെ ആൾ എടുക്കുക. ആദ്യത്തെ ആൾക്ക് പ്ലസ് പിന്നത്തെ ആൾക്ക് മൈനസ് പിന്നത്തെ ആൾക്ക് പ്ലസ് ഇട്ട് കൊടുക്കുക. ആരാ പിന്നത്തെ ആൾ 1 ആണ് 1 ഞാൻ താഴത്തേക്ക് എഴുതുന്നുണ്ട് 1. ഇനി ബാക്കിയുള്ള ആൾ അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോളവും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആരാ -4 2 ഉണ്ടാവും 5 1 ഉണ്ടാവും. ആ ഒരു ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതുക -4 2 5 1. ഇനി ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. 2/2 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പം ഏരിയ ഈക്വൽ ടു ഹാഫിന് ഒരിക്കലും മറക്കരുത്. ഹാഫ് ഇൻറ്റു ഹാഫിന്റെ ശേഷം ഒരു ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം 3 അതുപോലെ എഴുതി. ഇനി എങ്ങനെ 2/2 ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാം? ഇവിടുന്ന് താഴേക്ക് ഗുണിക്കുക 2 × 1. എങ്ങനെയാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗുണിക്കുക. ഒരു മൈനസ് ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗുണിക്കുക. ഓക്കെ ആണ്. അപ്പം 2 × 1 അത് എത്രയാ 2. ഇനി താഴേന്ന് മേലേക്ക് ഗുണിക്കുമ്പോൾ ഒരു മൈനസ് വേണം. ആ മൈനസ് ആയിട്ടിരിക്കുന്നത് 1 × 1 അത് 1 ആണ്. ഓക്കെ ആണ്. ഈ മൈനസ് അതുപോലെ 8 അതുപോലെ എഴുതി. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ കാണാം? -4 × 1 -4. താഴേന്ന് മേലേക്ക് ഗുണിക്കുമ്പോൾ ഒരു മൈനസ്. മേലെന്ന് താഴേക്ക് ഗുണിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡിൽ മൈനസ് ഇട്ടില്ല. താഴെന്ന് മേലേക്ക് ഗുണിക്കുമ്പോൾ മാത്രം മൈനസ് ഇട്ടാൽ മതി. അപ്പൊ പറ -4 × 1 -5 × 1 അത് 5 ആണ്. ഇനി അടുത്തത് +1 × -4 × 1 അത് -4 ആ. മൈനസ് താഴെന്ന് മേലേക്ക് കൊടുക്കുമ്പോൾ ഒരു മൈനസ് 5 × 2 അത് 10 ആണ്. ഓക്കെ ആണ്. ഈ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി ഇതിനങ്ങ് സോൾവ് ചെയ്താൽ മതി. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 × 2 - 1. 3 × 2 - 1 എത്ര 1. അപ്പൊ 3 × 2 - 1 അതാ 3 × 1 എന്ന് പറഞ്ഞാൽ 3 അതുപോലെ എഴുതി. -8 × -4 - 5 എത്ര -9. -4 - 5 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. 3 × 1 -8 × -9 പ്ലസ് 1 × -4 - 10 എത്ര -14. ആർക്കും കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് എഴുതി പോകുന്നത് കേട്ടോ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റ്
സോറി ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റിലെ ഹാഫ് ഇൻറ്റു 3 × 1 അത് 3 ആണ്. ഈ മൈനസും പ്ലസ് ആയി, കുഴപ്പമില്ലല്ലോ. 8 × 9 എത്രയാണ്? 72 ആണ്. 8 × 9 72 ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് അത് മൈനസ് ആയി. 1 × 14 അത് 16 ആണ്. ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? ഇത് 61 വരും. നോക്കി നോക്കിയാൽ നിങ്ങൾ 61 വരും. അപ്പൊ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 61 എന്ന് വരും. ഹാഫ് ഇൻറ്റു 61 എന്ന് വരും. അഥവാ എന്താണ് 61/2. എന്താണ് ഏരിയയുടെ യൂണിറ്റ് വരിക? ഇവിടെ നമുക്ക് പ്രത്യേക മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ തരാത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സ്ക്വയർ എന്നൊക്കെ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ താല്പര്യം സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യലും. ഞാൻ എന്ത് ചെയ്യാം, ആ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടുനോക്കുക. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം മറ്റേ മെത്തേഡ് കൂടി ഒന്ന് ചർച്ച ചെയ്യാം. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെ മെത്തേഡിൽ ഏരിയന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ ഏരിയന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ ഈക്വൽ ടു ഹാഫ്, മറക്കരുത്, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x2 minus x1, y2 minus y1, x3 minus x1, y3 minus y1. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നോക്കിയേ ഡിറ്റർമിനന്റ് x2 ആര, x2ന്റെ നേരെ -4 ഇവിടെ നടുവിൽ ഒരു മൈനസ് ഉണ്ട്, അത് ഇട്ടു. x1 ആര, x1 എന്ന് പറയുന്നത് 3, അത് ഞാൻ എഴുതി. ഒരു മൈനസും ഒരു പ്ലസും ഒന്നും മാർക്ക് വൃത്തിക്ക് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. ഐ മീൻ എല്ലാം കറക്റ്റ് ആയി ഇട്ട് കൊടുത്ത ആൾക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. എവിടെയെങ്കിലും ഒരു മൈനസ് ഇടാൻ മറന്നാൽ ചിലപ്പോൾ ഈ മൈനസ് ഇടാൻ മറക്കും. മൈനസ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ ഒക്കെ പോയി. പിന്നെ y2 എന്ന് പറയുന്നത് 2 ആണ്. 2 ആ മൈനസ് അതുപോലെ ഇട്ടു. y1 8 ആണ്. y1 എന്ന് പറയുന്നത് 8 ആണ്. ഇനി x3 എന്ന് പറയുന്നത് x3ക്ക് നേരെ 5 ആ മൈനസ് അതുപോലെ ഇട്ടു. ഇനി x1 എന്ന് പറയുന്നത് നോക്കി, x1ന്റെ നേരെ 3 ആ 3 അതുപോലെ എഴുതി. ഇനി നമുക്ക് നോക്കേണ്ടത് y3ക്ക് നേരെ 1 ആ മൈനസ് ഞാൻ അതുപോലെ എഴുതി. ഇനി y1ന്റെ നേരെ 8 ആണ്, ആ 8ഉം അതുപോലെ എഴുതി. ഇതങ്ങൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് -4 -3 എത്ര? -7. 2 - 8 എത്ര? -6. 5 - 3 എത്ര? 2 ആണ്. 1 - 8 എത്ര? -7. ഓക്കെ ആണ്. ഈ 2/2 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ ആർക്കും അറിയാത്തത്. അപ്പം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റിലൊക്കെ ഇടുക. അപ്പം ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -7 മേലെ താഴെ കുറിക്കുമ്പോൾ മൈനസ് വേണ്ട. -7 ഇൻറ്റു -7 എന്താ? അത് 49 ആണ്. മറന്ന് -49 ആണെന്ന് എഴുതരുത്, 49 ആണ്. ഇനി താഴേന്ന് മേലേക്ക് കുളിക്കുമ്പോൾ ഒരു മൈനസ് വേണം, അത് അതുപോലെ ഇട്ടു. ഇനി 2 × -6 എത്രയാ? -12. ഈ മൈനസ് എവിടുന്ന? 2 × -6 മൈനസ്. അപ്പൊ ഈ മൈനസ് എവിടുന്ന? താഴേന്ന് മേലേക്ക് കുളിക്കുമ്പോഴുള്ള മൈനസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ നോക്കാം. എന്താണ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ് 49 + 12 എത്രയാ? 61. അഥവാ ഇത് തന്നെയാണ് എന്ത്? 61/2. 61/2 എന്താ? യൂണിറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ് സ്ക്വയർ. ഓക്കെ ആണ്. അപ്പൊ ഇതാണ് ഈ മെത്തേഡ്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ച് ചെയ്യാം. 2 മെത്തേഡിന് മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഈ മെത്തേഡാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഏത് മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒരു 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഓക്കെ ആണ്. വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് തന്നിട്ടുണ്ട്. 2, 7, 1, 1, 10, 8 ആണ്. സോ നമുക്ക് ഓരോ വേർട്ടിസസിനെയും ഓരോ പേര് വിളിച്ചൂടെ? 2, 7 ആണ് ആദ്യത്തെ ആൾ. അയാളെ ഞാൻ x1, y1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ ആള് 1, 1 ആണ്. അപ്പൊ അയാളെ ഞാൻ x2, y2 എന്ന് വിളിച്ചു. മൂന്നാമത്തെ ആള് 10, 8 ആണ്. അയാളെ ഞാൻ x3, y3 എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്ന് പറഞ്ഞ ഏരിയ കാണാനുള്ള ഏരിയ ആണ് കാണാൻ വേണ്ടിയുള്ള ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x2 - x1, y2 - y3 - x1, y3 - y1. അപ്പൊ ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x2ന്റെ നേരെ 1 ആ മൈനസ് അതുപോലെ എഴുതി. x1 x1ന്റെ നേരെ 2. ഇനി അടുത്തത് y2ന്റെ നേരെ 1
1 ആ മൈനസ് അതുപോലെ എഴുതി y1ന്റെ നേരെ 7 ഓക്കെ ആണ്. x3ക്ക് നേരെ ആരാ x3ക്ക് നേരെ 10 ആ മൈനസ് അതുപോലെ എഴുതി x1 2 ഓക്കെ ആണ്. y3ക്ക് നേരെ ആരാ 1 ആണ് ആ 1 അതുപോലെ എഴുതി ആ മൈനസും അതുപോലെ എഴുതി. സോറി y3ക്ക് നേരെ ആരാ y3 8 ആണ്, മറക്കരുത് ഞാൻ വരെ മാറി പോകുന്നുണ്ട്. അപ്പൊ y3ക്ക് നേരെ 8 ആണ്. ഇനി y1 ആരാ 7 ആണ്, കുഴപ്പമില്ല 7 ആണ്. അപ്പം എന്താ വരിക, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് 1 minus 2 minus 1 ആണ്, ശരിയാണോ അല്ലേ? 1 minus 7 minus 6 ആണ്. 10 minus 2 8 ആണ്. 8 minus 7 1 ആണ്. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. therefore area equal to half into ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. നോക്കിയേ, -1 into 1 അത് -1 -1 താഴേന്ന് മേലേക്ക് ഗുണിക്കുമ്പോൾ ഒരു മൈനസ്, ഞാൻ അത് ഇതുപോലെ ഇട്ട് കൊടുത്തു. 8 into -6 എത്രയാ? -46 അല്ലേ, ശരിയല്ലേ? 8 സോറി 48 അപ്പം എത്രയാണ്? 8 ഇൻറ്റു -6 -48 മാറിപ്പോയതാണ് പെട്ടെന്ന്. വലിയ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന്റെ പേരിൽ വന്ന് കമന്റ് ചെയ്യാൻ കണ്ട അവന് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല എന്നിട്ടാണ് പഠിപ്പിക്കാൻ വരുന്നത്, പെട്ടെന്ന് നമുക്ക് സ്ട്രെക്കായി പോകുന്നതാണ്. അപ്പം നോക്കിക്കേ, 6 ഇൻറ്റു 8 48 ആണ്. അപ്പം ഹാഫ് ഇൻറ്റു ഇതങ്ങ് സോൾവ് ചെയ്തേ, -1 ആ മൈനസും പ്ലസ് ആയി 48 അതുപോലെ എഴുതി. ഹാഫ് ഇൻറ്റു -1 പ്ലസ് 48 എത്രയാ? 47 ആണ്. അത് തന്നെയാണ് എന്ത്, 47/2 യൂണിറ്റ് സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. യൂണിറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതിയാലും മതി, സ്ക്വയർ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സ്ക്വയർ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പൊ നിങ്ങൾ മറ്റേ മെത്തേഡ് വെച്ച് ചെയ്താണെങ്കിൽ 3/3 ഒക്കെ സോൾവ് ചെയ്ത് കുറെ ടൈം എടുക്കും. നമ്മൾ പക്ക ഷോർട്ട് ആക്കി അങ്ങ് സിമ്പിൾ ആക്കി, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണേ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാം. ഇതൊന്ന് നിങ്ങൾ പഠിച്ചു പോവുക. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏരിയ കാണാൻ അറിയണം. അപ്പം ഏരിയയുടെ ഇക്വേഷൻ ഒക്കെ അറിയണം. അപ്പൊ ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ്, ഇവിടെ ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട് 4 സ്ക്വയർ യൂണിറ്റ്. എന്ത് ഏരിയ എന്താ 4 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വേർട്ടിസസ് ആർ, എന്താണ് അതിന്റെ വേർട്ടിസസ്, ആ ട്രയാങ്കിളിന്റെ വേർട്ടിസസ് തന്നിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ -2 0 0 4 0 k ഉണ്ട് ഇവിടെ. ഈ k ആണ് പ്രശ്നക്കാരൻ. എന്നിട്ട് നമ്മളോട് പറയണം അവര് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ചെറുതായിട്ട് ക്വസ്റ്റ്യൻ ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇത് ഞാൻ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം, കെയുടെ വാല്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താ, ഏരിയ തന്നിട്ടുണ്ട്, വേർട്ടിസസ് തന്നിട്ടുണ്ട്, അതിൽ ഒരു കെ ഉണ്ട്, ഒരു വേർട്ടിസസിൽ ഒരു കെ ഉണ്ട്, അത് കാണാൻ. അപ്പൊ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? ഒബ്വിയസ്ലി യൂസ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ലെറ്റ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റിനെയും ഓരോ പേര് വെച്ച് വിളിക്കാം. x1 y1 ഈക്വൽ ടു, ഒന്നാമത്തെ വേർട്ടിസസ് ഞാൻ x1 y1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ വേർട്ടിസസ് ഞാൻ x2 y2 എന്ന് വിളിച്ചു, അത് 0 4 ആണ്. മൂന്നാമത്തെ വേർട്ടിസസ് ആയ x3 y3 ഞാൻ എന്ത് വിളിച്ചു, ആരാണ്, അത് 0 k ഞാൻ എന്ത് ചെയ്തു, x3 y3 എന്ന് വിളിച്ചു. ഓക്കെ ആണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏരിയ ഈക്വൽ ടു എത്രയാണ്, 4 സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പൊ ഏരിയ നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്കറിയാം ഏത് ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യേണ്ടത്, ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x2 minus x1 y2 minus y1 x3 minus x1 y3 minus y1 ഹാഫ് ഒക്കെ എഴുതിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഓരോന്നും ഇതിലേക്ക് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ഈ ഏരിയ എത്രയാണെന്ന് അറിയാം, അത് 4 ആണെന്ന് അറിയാം. അതിന് മുന്നേ നമുക്ക് എന്താ വാല്യൂ ഒന്ന് കൊടുക്കാം. therefore ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x2 ആരാ, x2ന്റെ നേരെ 0 ആ മൈനസ് അതുപോലെ ഇട്ടു. x1 എന്ന് പറയുന്നത് -2 മറക്കരുത്. ഇനി അടുത്തത് y2 ആരാ, 4 ആണ്. y1 എന്ന് പറയുന്നത് 0, അപ്പൊ 4 -0. ഇനി x3 എന്ന് പറയുന്നത് 0 0 അതുപോലെ എഴുതി, മൈനസ് അതുപോലെ ഇട്ടു. ഇവിടെ ആരാ, x1 -2 അത് അതുപോലെ എഴുതി. -2 ഇവിടെ നോക്കിയാൽ -2 എങ്ങനെ വന്നൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്. ഇനി k -0 ആണ്, k -0. ഓക്കെ ആണ്. ഇനി ഇതിനങ്ങ് സോൾവ് ചെയ്താൽ മതി. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ, ഈ ഏരിയ എത്ര നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4 എന്ന് അങ്ങ് ഇടാം എന്ന് വിചാരിക്കരുത്. ഒരു പ്ലസ് ഓർ മൈനസ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം, മറക്കരുത്. 4 ഇട്ട് ചെയ്താലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കണം, ഒരു കുഴപ്പമില്ല, ആൻസർ തെറ്റില്ല. പക്ഷേ
കറക്റ്റ് കെയുടെ വാല്യൂ, കെക്ക് പല വാല്യൂസ് ആവും, ചിലപ്പോൾ മൈനസിൽ വരാം, ചിലപ്പോൾ പ്ലസ്സിൽ വരാം. അപ്പൊ കറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് വരണം. ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ അങ്ങ് 4 എന്നിട്ട് കൊടുക്കരുത്. തന്നിരിക്കുന്ന ഏത് ഏരിയനെ പ്ലസ് ഓർ മൈനസ് ആക്കിയിടുക. അതുകൊണ്ട് ഞാൻ റെഡിൽ കൊടുത്തിട്ടുണ്ട്, മറക്കരുത്. ഇനി അതുപോലെ ഒരാൾ 4 എന്ന് മാത്രം ഇട്ട് ഒരു കുഴപ്പമില്ല, ആൻസർ ശരിയാണ്, പക്ഷെ പെർഫെക്റ്റ് ആവണം. ഒരു പ്ലസ് ഓർ മൈനസ് ചേർത്ത് കൊടുത്തോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഏരിയ ഈക്വൽ ടു എഴുതണ്ടല്ലോ, കാരണം എന്താ, ഇവിടെ ഏരിയ എത്ര നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്ലസ് ഓർ മൈനസ് 4 ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എഴുതിയാൽ മതി. ഹാഫ് ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് അങ്ങ് സോൾവ് ചെയ്തേ. അതിന് വേണ്ടി ഈ ഡിറ്റർമിനന്റ് അങ്ങ് ഒതുക്കി എഴുതിക്കേ. 0 മൈനസ് മൈനസ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 0 പ്ലസ് 2 ആണ്, അഥവാ 2 ആണ്. ഓക്കെ ആണ്. 4 മൈനസ് 0 അത് 4 ആണ്. 0 മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് 2 അത് 2 ആണ്. കെ മൈനസ് 0ന് പിന്നെ മാറ്റാനൊന്നുമില്ല, അത് അതുപോലെ വെച്ചു. അത് എന്തിന് ഈക്വൽ ആണ്, പ്ലസ് ഓർ മൈനസ് 4ന് ഈക്വൽ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യും. ഓക്കെ ആണ്. അപ്പം ഹാഫ് ഇൻറ്റു ആ ഡിറ്റർമിനന്റ് അങ്ങ് സോൾവ് ചെയ്ത് നിങ്ങൾ 2 ഇൻറ്റു കെ മൈനസ് 0 ശരിയാണോ അല്ലേ, 2 ഇൻറ്റു കെ ഒരു ഈ കെ മൈനസ് 0 എത്രയാ, കെയിൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ കെ എന്നല്ല. അപ്പൊ നമുക്ക് അത് അതുപോലെ കെ മൈനസ് 0ന് കെ എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ. അപ്പം 2 ഇൻറ്റു കെ മൈനസ് 0 ഞാൻ കെ എന്ന് എഴുതി. അപ്പം എന്താണ്, നമുക്ക് 2 ഇൻറ്റു കെ അത് 2k ആണ്, 2 ഇൻറ്റു കെ അത് 2k ആണ്. താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസ്. 2 ഇൻറ്റു 4 അത് 8 ആണ്, അതുപോലെ എഴുതി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 ആണ്. ഇനി ഈ ഹാഫ് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 അവിടേക്ക് പോകുമ്പോൾ എന്താവും, ഇൻറ്റു 2 ആവും. അപ്പൊ എന്തായി ഇവിടെ 2k മൈനസ് 8 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 ഇൻറ്റു 2 ആയി. അപ്പം 2k മൈനസ് 8 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8 ആയി. ഇനി ഞാൻ 2k അവിടെ എത്തി, പ്ലസ് 8ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി, 2k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8. മൈനസ് 8 അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് 8. ഇനി ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ പോസിബിലിറ്റീസ്, ഒന്നെങ്കിൽ പ്ലസ് 8 പ്ലസ് 8 ആവാം, അല്ലെങ്കിൽ കാരണം പ്ലസ് ഓർ മൈനസ് ഉണ്ട്, അല്ലെങ്കിൽ മൈനസ് 8 പ്ലസ് 8 ആവാം. അപ്പൊ നമുക്ക് ആ 2 പോസിബിലിറ്റീസ് കൂടി ഒന്ന് ചർച്ച ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ അവസ്ഥ, 2k ഈക്വൽ ടു 2 പോസിബിലിറ്റി വരാം. എന്താണ്, ഒന്നെങ്കിൽ പ്ലസ് 8 പ്ലസ് 8 ആവാം, അല്ലെങ്കിൽ എന്താവാം, മൈനസ് 8 പ്ലസ് 8 ആവാം, മൈനസ് 8 പ്ലസ് 8 ആവാം. അപ്പൊ 2k ഈക്വൽ ടു എന്താവാം, ഒന്നെങ്കിൽ 16 ആവാം, അല്ലെങ്കിൽ 0 ആവാം. മൈനസ് 8 പ്ലസ് 8 എന്താ, 0 ആണ്. അപ്പൊ നമുക്ക് എന്താ, k ഈക്വൽ ടു എന്ത് കിട്ടും, k ഈക്വൽ ടു ഒന്നെങ്കിൽ 16/2 ആവാം, അല്ലെങ്കിൽ 0/2 ആവാം. ശരിയാണോ അല്ലേ, k ഈക്വൽ ടു എന്താ 16/2 ആവാം, അല്ലെങ്കിൽ 0/2 ആവാം. ഇൻറ്റു കെ താഴേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ കെ ആയി. k ഈക്വൽ ടു എന്തായി, 16/2 8 ആണ്, ഓർ 0/2 0 തന്നെയാണ്. അപ്പം കെക്ക് ഏതൊക്കെ വാല്യൂ വരാം, 2ഉം വരാം 0ഉം വരാം. ഇപ്പൊ ഒരാൾ 4 മാത്രമേ എടുത്തുള്ളൂ, അവനക്ക് കിട്ടാൻ പോകുന്നത് 8 മാത്രമായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 8 ആവാം. ഇതാണ് കെയുടെ വാല്യൂ. അപ്പൊ നമ്മൾ k ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിച്ചു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റിനും കൂടെ അങ്ങ് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. ഇത്ര എളുപ്പമാണ്. പ്ലസ് ഓർ മൈനസ് ഇട്ടോ ഇല്ലേ നോക്കണ്ട, നിങ്ങൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുക. ഈ സെയിം ഇക്വേഷൻ ഒന്നും ചെയ്യാനില്ല. ഓക്കെ ആണ്. ഇതാണ് ഇതിൽ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ. കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് പോകാം. ഓക്കെ ആണ്. വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണ്, വായിച്ചു നോക്കാം. ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 35 സ്ക്വയർ യൂണിറ്റ്. അപ്പൊ തന്നിരിക്കുന്ന എത്രയാണ് ഏരിയ, 35 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ ആണ്. ആൻഡ് ഇറ്റ്സ് വേർട്ടിസസ് ആർ, വേർട്ടിസസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 2, -6, 5, 4, k, 4. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് എടുത്തു പറയാണ്, നിങ്ങൾ വേർട്ടിസസ് എടുക്കുമ്പോൾ അറിയാതൊരു മൈനസ് വിട്ടുപോയാൽ ആൻസർ തെറ്റി. അപ്പൊ നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്യുക, 2, -6, 5, 4, k, 4 ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. x2 ആരാ, 5 മൈനസ് x1, 5 മൈനസ് 2, 5 മൈനസ് 2. ഇനി y2 ആരാ, 4 മൈനസ്, ആ മൈനസ് അതുപോലെ എഴുതി. ഇനി y1 ആരാ, -6, 4 മൈനസ് -6. ഒരു മൈനസ് നിങ്ങൾ വിട്ടുപോയത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, മറക്കരുത്. ഓക്കെ ആണ്. x3 ആരാ, k -2, x3 k ആണ്, x1 എന്താ -2 ആണ്. x1 മൈനസ് അല്ല, അപ്പം ഈ മൈനസ് അതുപോലെ എഴുതി. ഇനി x1 ആരാ, 2, അതുപോലെ എഴുതി. y3 -y1, y3 അത് 4 ആണ്, അത് ഞാൻ അതിന്റെ ഒരു മൈനസ് അതുപോലെ ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് y1 ആണ്, y1 -6, അത് മറക്കരുത്. ഇനി ഇതെന്തിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം, ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് പ്ലസ് ഓർ മൈനസ് 35ന് ഈക്വൽ ആണ്.
പ്ലസ് ഓർ മൈനസ് നമ്മുടെ വക ഇട്ട് കൊടുക്കും. അവിടെ എന്തിന് ഈക്വലാൻ തന്നിട്ടുണ്ട്? 35 ഈക്വലാൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇനി ഏരിയ എന്ന് എഴുതണ്ട. അപ്പൊ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് 5 - 2 ആരാ? അത് 3 ആണ്. 4 മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പൊ 4 + 6 10 ആണ്. k - 2 ഒന്നും ചെയ്യാൻ പറ്റാതെ അതുപോലെ ഇട്ടു. 4 - -6 4 + 6 അത് 10 ആണ്. അത് അതുപോലെ ഇട്ടു. അത് എന്തിന് ഈക്വൽ ആണ്? പ്ലസ് ഓർ മൈനസ് 35 ഈക്വൽ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങ് സോൾവ് ചെയ്യും. ഇതിനെ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഈ 2 അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഈ 2 അവിടെ എത്തിയപ്പോ എന്തായി? പ്ലസ് ഓർ മൈനസ് 35 ഇൻറ്റു 2 ആയി. ഈ 2 എന്താ? ഈ 2 അങ്ങോട്ടേക്ക് ഉണ്ട്. വേറെ പ്രശ്നമില്ല. ഇനി ഇത് ഇവിടെ സോൾവ് ചെയ്താൽ മതി. അപ്പൊ പറ 3 × 10 അത് എത്രയാ? 30 മൈനസ് താഴേന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ് 10 × k - 2 എന്ത് എഴുതി? 10 × k - 2 എന്ന് തന്നെ എഴുതി. കുഴപ്പമില്ലല്ലോ. 10 × k - 2 എന്നിട്ട് ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈനസിന്റെ ശേഷം 2 ടേം വന്നുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു മര്യാദക്ക് ഒരു ബ്രാക്കറ്റ് ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഇതിനങ്ങ് സോൾവ് ചെയ്യാൻ പോകും. അപ്പൊ 30 മൈനസ് ഈ ബ്രാക്കറ്റും ഈ മൈനസ് ഒക്കെ ഇടാൻ മറക്കുന്ന ആൾക്കാരാണ്. എന്തിനാ ബ്രാക്കറ്റ് ഇടുന്നത്? ബ്രാക്കറ്റ് ഇട്ട് ശീലമായ ഒരിക്കലും തെറ്റൂല. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റും. അപ്പൊ നമ്മുടെ ഒരു മര്യാദക്ക് ഇന്ന സാധനം 2 ടേം ഒക്കെ വരുന്നത്. അപ്പൊ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഈ ബ്രാക്കറ്റ് എന്തിനാ? 10 ഇൻറ്റു ആണെന്ന് അറിയാൻ വേണ്ടി. ഇതെന്തിനാ? മൈനസിന് ശേഷം 2 വലിയ ബ്രാക്കറ്റ് എന്തിനാ? മൈനസിന് ശേഷം 2 ടേം വരുന്നതുകൊണ്ട്. അപ്പൊ ഇതെന്തിനാ? അത് ഇൻറ്റു ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മുടെ ഒരു മര്യാദ. മര്യാദ നമ്മുടെ ഒരു അറിവാണ്. എന്താ ചെയ്യേണ്ടത്? ഇന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അതൊക്കെ നമ്മുടെ അറിവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഇതിനങ്ങ് സോൾവ് ചെയ്യുക. മൈനസ് 10 × k അത് 10k ആണ്. 10 × -2 എന്താ? -20 ആണ്. ഇപ്പം ഈ വലിയ ബ്രാക്കറ്റിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എന്തിനാ വലിയ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതെന്ന്? എന്തിനാ? ഇവിടെ 2 ടേം വരുമ്പോൾ മൈനസ് ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 70 35 × 2 70. ഓക്കെ ആണ്. ഇനി 30 ഈ മൈനസിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു 10k -10k മൈനസ് ഇൻറ്റു -20 + 20 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ ഈ 20 അങ്ങോട്ട് കൊണ്ടുപോകണം, 30 അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ ആണ്. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സിനെ മാത്രം അങ്ങ് ആഡ് ചെയ്യുക. ഈ ഒരു 10k വേരിയബിൾ ഉള്ള ആൾക്കാരാണ് വെക്കുക. 30 + 20 എത്രയാ? 15 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 50 ആണ്. 50 - 10k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17 എന്ന് എഴുതാം. ഇനി ഈ 15 മാത്രം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 2 വട്ടം കൊണ്ടുപോകണ്ട. അപ്പൊ 15 മാത്രം അങ്ങോട്ട് കൊണ്ടുപോയിക്കുക. എന്താ സംഭവിക്കാം? -10k അതുപോലെ നിൽക്കും. -10k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 70 എന്താണ്? ഈ +50 അങ്ങോട്ട് പോകുമ്പോൾ -50. അപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഒന്നെങ്കിൽ +70 -50 ആവാം, അല്ലെങ്കിൽ -70 -50 ആവാം. അപ്പൊ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? -10k ഈക്വൽ ടു എന്താ? +70 -15 ആകാം, അല്ലെങ്കിൽ -70 -15 ആകാം. ഓക്കെ ആണ്. അപ്പം -10k ഈക്വൽ ടു എന്തൊക്കെ ആവാം? +70 -15 എന്ന് പറയുമ്പോൾ 20 ആകാം, അല്ലെങ്കിൽ 20 ആകാം, അല്ലെങ്കിൽ എന്താണ്? -70 -15 എന്താണ്? -120 ആകാം, -120 ആകാം. ഓക്കെ ആണ്. ഇനി ഈ -10നെയും കൂടി അങ്ങോട്ട് പോയല്ലേ k കിട്ടുള്ളൂ. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടുപിടിച്ച്. അപ്പം k ഈക്വൽ ടു 20 / -10 ആകാം, ഓർ -120 / എന്താവാം? -10 ആകാം. ഈ 10ൽ 2 വട്ടം പോകണോട് ഒരു വട്ടം കൊടുത്തു. k ഈക്വൽ ടു എന്താവാം? മൈനസ് ഉള്ള കാര്യം മറക്കരുത്. 2 / -1 എന്ന് പറയുമ്പോൾ -2 ആകാം, അല്ലെങ്കിൽ ഈ മൈനസ് കട്ടായി 0 കട്ടായി. അപ്പൊ എന്തായി? എന്താവാം? ഓർ 12/1 ആണ്. അത് എത്രയാണ്? 12 ആകാം. ഒന്നെങ്കിൽ ആരാകാം? -2 ആകാം, അല്ലെങ്കിൽ ആരാകാം? 12 ആകാം. ഇതിന്റെ 12 ആണ്, മാറിപ്പോകരുത്. 12 ആണ്. 12 ആകാം. ഓക്കെ. അപ്പൊ കേന്റെ 2 വാല്യൂ കിട്ടിയല്ലോ. ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ബ്രാക്കറ്റ് ഒക്കെ എങ്ങനെ എന്തിനൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പം വളരെ കൃത്യമായിട്ട് എഴുതി തരുന്ന ഇത് അതേപോലെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണ്. മറ്റേ മെത്തേഡ് വെച്ചും ചെയ്യാം കേട്ടോ. ഏത്? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചും ചെയ്യാം. പക്ഷെ ഇതാണ് ഒന്നുകൂടെ എളുപ്പം. അത് വെച്ച് ചെയ്യുമ്പോൾ കുറെ പണിയുണ്ട്. ഒരു പണിയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ചെയ്യേണ്ടി വരും. അത് വെച്ച് നിങ്ങളൊന്നും ചെയ്ത് നോക്കുക. എനിക്ക് ചെയ്യാറിയണ്ടല്ല. നമ്മുടെ ടൈം നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് പോവാണ്. വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അതൊന്നും ചെയ്യാം. ഓക്കെ ആണ്. വേഗം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഹോം വർക്ക് ക്വസ്റ്റ്യൻസ്. ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ച അതേ മെത്തേഡാണ്. രണ്ടാമത്തേതായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇനി ചെയ്യാനുള്ളത്
കൊളീനിയർ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ആണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് രണ്ടും വളരെ എളുപ്പമാണ്. ഇതും അതൊക്കെ പഠിച്ചാൽ മാത്രമേ കൊളീനിയറും ഒക്കെ അറിയണമെങ്കിൽ ഏരിയ ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നന്നായി പഠിക്കുക എന്നാൽ മാത്രമേ ഇനിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രേ ഉള്ളൂ, ഇത് നമ്മൾ പഠിച്ച അതേ മെത്തേഡ്, അതേ ക്വസ്റ്റ്യൻസ്, അതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാവും. എന്തിനാ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വെച്ചാൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. എക്സാമിനാണ് നമ്മൾ NCERT ചോദിക്കുള്ളൂ. അപ്പോൾ അതിലുള്ള പരമാവധി അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ എന്താണ് ഏത് വന്നാലും ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ പോവുക. അപ്പോൾ ഓൺ എക്സാം എടുക്കാൻ എനിക്കറിയാം. അപ്പോൾ അതിന് മുന്നേ ചാപ്റ്റർ തീർക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിത് കഴിഞ്ഞ ഈ ചാപ്റ്റർ കഴിഞ്ഞ പാട് നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ ചാടും. അതൊരു 2-3 ഒരു പാർട്ട് കൊണ്ട് തീരും. 4 പാർട്ട് കൊണ്ടൊക്കെ കഴിയുണ്ടാവും. കാരണം റിലേഷൻ, ഫംഗ്ഷൻ, പിന്നെ എന്താണ് കോമ്പോസിറ്റ്, ഇൻവേഴ്സ് ഒക്കെ വേഗം കഴിയാനുള്ളതാണ്. അപ്പം അത് വേഗം കഴിയും. അതിന് ശേഷം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഉണ്ട്. നിങ്ങൾക്കറിയാലോ ട്രിഗ്നോമെട്രിയുടെ പ്രാധാന്യം ഇത്രയാണ്. അപ്പം അതൊക്കെ അതേ പ്രാധാന്യത്തിൽ അതേ പെർഫെക്ഷനിൽ എടുത്തൊരു നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും ഈ മാത്സിനും ഫിസിക്സിനും പോവില്ല. ഓക്കെ ആണ്. അപ്പം ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.